ഇന്ന് ഫോർമുല മിൽക്കിനെ കുറിച്ച് സംസാരിക്കാം. ഇത് ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞ അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മിൽക്കാണ്. മുലപ്പാൽ കുറവാണെങ്കിൽ കുഞ്ഞ് 4 മാസത്തിന് താഴെയാണെങ്കിൽ കട്ടിയാഹാരം കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ ഫോർമുല മിൽക്കാണ് ഏറ്റവും പറ്റിയ ഓപ്ഷൻ. ഇവിടെ ഞാൻ 2 ബ്രാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുകയെന്ന് പറഞ്ഞ് ഞാൻ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അവന് 6 മാസമായി. അപ്പോൾ ഞാൻ വെജിറ്റബിളൊക്കെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ചേർക്കും, ഒരു ടേസ്റ്റ് മേക്കറായിട്ട്. ഇത് എൻഫെമിൽ എന്നുള്ള ബ്രാൻഡാണ്. ഇത് എൻഫെമിൽ A+. ഇതിൽ എഴുതിയിട്ടുണ്ട് 0 to 12 months, അതായത് 1 year വരെ. പിന്നെ ഇത് അടുത്തത് നെസ്ലയുടെ ഗുഡ് സ്റ്റാർട്ടാണ്. ഇത് ന്യൂ ബോൺ മുതൽ മേലോട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. ഇത് ലിക്വിഡ് ഫോം ആയിട്ടുള്ള മിൽക്കാണ്, ഫോർമുല മിൽക്കാണ്. ഇത് 59 ml ഉണ്ട് ഒരു ബോട്ടിൽ. കുഞ്ഞൊരു നേരം ഇത് ഫുള്ള് കുടിക്കുമായിരിക്കും. പിന്നെ ഇത് അതിന് നിപ്പിൾ മേടിക്കാൻ ഇതിൽ പാക്കറ്റിലില്ല. ഇതാണൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിന് $9 തോന്നുന്നു. ഇതിൽ 6 കുപ്പിയുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ്. ഇത് 3 എണ്ണം കിട്ടും $6. പക്ഷെ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് എന്താ പറയുക, ഇതില്ലേ സാധാരണ ഫീഡിങ് ബോട്ടിലേക്ക് ഇത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇതിലുള്ള മിൽക്ക് ഇതിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം കുഞ്ഞിന്. അല്ലാത്ത പക്ഷം ഇതിൻ്റെ ടോപ്പ് തുറന്നിട്ട് ഇത് അതിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെയും കൊടുക്കാം. പിന്നെ ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇത് തുറക്കുകയാണെങ്കിൽ തുറന്നിട്ട് 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ കുഞ്ഞ് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ബാക്കിയുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല. കുടിച്ചാൽ നല്ലത്, കുടിച്ചില്ലെങ്കിൽ പിന്നെ എടുത്ത് വെച്ചിട്ട് കൊടുക്കുക ചെയ്യരുത്, അത് കളയണം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കോസ്റ്റ്ലിയാണ് പറഞ്ഞത്. ഇതും അതെ, ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് കളയണം ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് പക്ഷേ ഇതിൽ എക്സ്പയറി ഡേറ്റ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് എത്രയാ, ഒക്ടോബർ 2016 ആണ് കാണിക്കുന്നത്. അത്രയും ഉണ്ട്. അതായത് ഇപ്പോൾ സ്റ്റോറിൽ ഇത് ഒക്ടോബർ 2016 ഒക്ടോബർ വരെ ഉണ്ടാവും. പക്ഷേ ഇതിൽ നമ്മൾ മേടിച്ചിട്ട് ഒരു ബോട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ അത് 3 മണിക്കൂറിന് പൊട്ടിച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ കുടിച്ചാലും കുടിച്ചില്ലെങ്കിൽ കളയണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് ഫോർമുല മിൽക്കിൻ്റെ പൗഡർ. ഇത് എൻ്റെ സ്കൂപ്പ് ചെയ്യുന്നതാണ് എൻ്റെ എടുക്കുന്നത്. ഇതാണ് പൗഡർ ഫോം. ഞാൻ ഇപ്പോൾ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ മറ്റേത് ഇത് ലിക്വിഡ് ഫോമാണ്, ഇത് പൗഡർ ഫോം. ഇതിലെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടതാണ്. 2016 ഡിസംബർ വരെ ഉണ്ട്. പക്ഷെ അത് സ്റ്റോറിൽ വെക്കാവുന്ന എത്ര കാലം ഇരിക്കും അതാണ്. പക്ഷെ ഇത് ഒരു പ്രാവശ്യം ഇപ്പം നിങ്ങൾ മേടിച്ചു, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് 1 മാസത്തിനുള്ളിൽ തീർക്കണം. ജൂൺ 1 പൊട്ടിച്ചതെങ്കിൽ ജൂലൈ 1 വരെ യൂസ് ചെയ്യാം, അതിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. അത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചേക്കണം. ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിലിപ്പോൾ 60 ml ഒരു ചൂടാക്കി തണുത്ത വെള്ളം എടുക്കുക, തിളപ്പിച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിൽ 60 ml ആണെങ്കിൽ ഇതിൽ ഒരു സ്കൂപ്പ്, ഇതിൽ ഒരു നിറയെ ഒരു പൗഡർ എടുത്തിട്ട് കലക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കാം. അങ്ങനെ ഇത് രണ്ടുമാണ് ഫോർമുല മിൽക്ക് ഞാൻ കൊടുക്കുന്നത്. ഇത് എൻഫെമിൽ A+, അത് നെസ്ലയുടെ ഗുഡ് സ്റ്റാർട്ട്. ഇത് ഞാൻ വാൾമാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നും eBay നിന്നെല്ലാം കിട്ടാനുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിചാരിച്ചിട്ടുള്ളത്, എൻ്റെ വേറൊരു ബേബി ഫുഡ് പാർട്ട് 2 വീഡിയോയിലാണ് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് മുലപ്പാൽ മാത്രമാണ് 6 മാസം വരെ കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞിന് വൈറ്റമിൻ D ഡ്രോപ്സ് കൊടുക്കണം. കാരണം മുലപ്പാലിൽ വൈറ്റമിൻ D ഡ്രോപ്സ് ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റമിൻ D ഡ്രോപ്സ്. വൈറ്റമിൻ D3 ആണ്. ഇത് ഓവർ ദ കൗണ്ടറാണ്, പ്രിസ്ക്രിപ്ഷൻ വേണ്ട തോന്നുന്നു, കിട്ടും. പിന്നെ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ തരുകയും ചെയ്യും. ഇത് ഒരു ദിവസം ഒരു തുള്ളി. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇത് ഡോക്ടർ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 7 ദിവസം ഇങ്ങനെ കൊടുക്കാൻ പറയുന്നത് തോന്നുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എത്രത്തോളം കാലം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു അത്രയും കാലം വൈറ്റമിൻ D കൊടുക്കണം. കാരണം ബ്രസ്റ്റ് മിൽക്കിൽ വൈറ്റമിൻ D ഇല്ല, പക്ഷെ ഫോർമുല മിൽക്കിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞിന് വേറെ ഉപയോഗിക്കുന്നത്, നിങ്ങൾ കുഞ്ഞിനെ ബേബി മസാജ് ചെയ്യാറില്ലേ? ഇപ്പോൾ രാവിലെ കുളിപ്പിക്കുന്നെങ്കിൽ വൈകുന്നേരം കുളിപ്പിക്കുന്ന, അങ്ങനെ ഞാൻ രാവിലെ കുളിപ്പിക്കുക. ചിലർ രാത്രി ഉറങ്ങാൻ നേരത്ത്, കുഞ്ഞിനെ കിടത്താൻ നേരത്ത് കൊണ്ടുപോയിട്ട് കുളിപ്പിക്കും. അതാകുമ്പോൾ കുഞ്ഞിന് നല്ല ഉറക്കം കിട്ടും. ഭക്ഷണമൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ട് കുളിപ്പിക്കും. ആ സമയത്ത് ഞാൻ ബേബി മസാജ് ചെയ്യാറുണ്ട്. അതായത് ചിലർ ഓയിൽ മസാജ്, ഞാൻ രാവിലെയാണ് കുളിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ മേലും തലയിലും ശരീരത്തിലെല്ലാം ഒലിവ് ഓയിൽ പരട്ടി കൊടുക്കും. എന്നിട്ട് കുളിപ്പിച്ചിട്ട് ഇത് ഏതാ പരട്ടി കൊടുക്കുന്നത്, അവിനോ ബേബി
ഇതാണ് ഞാൻ ബേബി ലോഷൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താൽ അവനൊരു സുഖമൊക്കെയാണ്. ഇന്നിപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ഡൗട്ട്സോ ഒപ്പീനിയൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.